ഇവിടെ വന്നിട്ടൊന്നും എനിക്ക് വിളിക്കായിരുന്നല്ലോ. ഒന്നും പറയണ്ട, സോറി. മോളുടെ അരങ്ങേറ്റമായിട്ട് ബന്ധപ്പെട്ടൊന്ന് തിരക്കായിപ്പോയി. എന്താണ് ഒന്ന് കാണാതിരിക്കുക. കരയോത്തി ചെന്നപ്പോ പപ്പൻചേട്ടൻ പറഞ്ഞു താനിവിടെ വന്നിട്ടുണ്ടോ. എന്നാ തന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. താനിപ്പോ കച്ചേരിക്ക് വായിക്കാനൊക്കെ പോകാറുണ്ട്? കച്ചേരിക്ക് പോകാറില്ല, RV കോളേജിലെ അധ്യാപനമായിട്ട് തന്നെ പോകുന്നു. കിച്ചു സാധനം വന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. പോയിട്ട് എന്ത് ചേട്ടാ? ചേട്ടൻ എന്ത് പറഞ്ഞ ശരിയായിരുന്നു. അത് കല്യാണി അല്ലായിരുന്നു, ഹംസധുനിയായിരുന്നു. ചേട്ടാ ചേട്ടനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഒന്ന് വായിക്കാവോ? താനിതുവരെ നിർത്തിയില്ലേ? അതാരാ വായിക്കുന്നത്? അതെന്റെ മകൻ കിച്ചു. ആരാ പഠിപ്പിക്കുന്നത്? അവൻ മുംബൈയിൽ മലയാള സമയത്തിലൊരു പയ്യനാ പഠിപ്പിക്കുന്നത്. എടാ നന്ദു, നീ എന്താ ഇവിടെ? താനറിയുവനെ? ഇവൻ RV കോളേജിലെ എന്റെ നമ്പർ 1 സ്റ്റുഡന്റ് ആയിരുന്നു. ഇവനിവിടെ സഹായത്തിനുണ്ട് നിർത്തി. സഹായത്തിനോ? ഇവനോ? എത്ര ഹൈറ്റ്സിൽ എത്തേണ്ട പയ്യനാണെന്നറിയാം ഇവൻ. ബാ നീ ഒന്ന് അത്ര ദീപേ, ഈ വിദ്വാനെ നിനക്ക് മനസ്സിലായോ? ഇവിടുത്തെ കാര്യസ്ഥനാ. നന്ദു, എടാ നീ ആ കല്യാണം ഒന്നും മുഴുമിപ്പിച്ചു ഒന്ന് കേക്കട്ടെ ഞാൻ.